അക്രമി വാതിൽക്കൽ നിൽക്കുമ്പോഴല്ല ഗേറ്റ് കൃത്യമായി പൂട്ടിയില്ലെന്ന് പറഞ്ഞ് കാവൽക്കാരനെ പഴിക്കേണ്ടത്. ആദ്യം അക്രമിയെ തുരത്തുകയും പിന്നീട് ഗേറ്റിനെ കുറിച്ച് കാവൽക്കാരനോട് ചോദിക്കുകയുമാകാം. കാശ്മീരിലെ സുരക്ഷാ വീഴ്ച ഒരു സംശയമാണ്. പക്ഷേ 26 നിരപരാധികളുടെ ജീവനെടുത്ത ഭീകരാക്രമണം സംശയമില്ലാത്ത യാഥാർത്ഥ്യമാണ്. ആരും വിഷയം മാറ്റരുത്. ശ്രദ്ധ ഭീകരവിരുദ്ധതയിൽ തന്നെ നിലനിർത്തണം. ഇപ്പോഴിത് പറയാൻ കാരണം ചില രാഷ്ട്രീയ പ്രവർത്തകരും ചില മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളിലെ ചില സ്ഥിരം സാന്നിധ്യങ്ങളുമൊക്കെ കാശ്മീരിലെ ഭീകരാക്രമണത്തെക്കാൾ പ്രാധാന്യം സുരക്ഷാ വീഴ്ചയ്ക്ക് കൊടുക്കുന്നതാണ്. എല്ലാവരുടെയും ലക്ഷ്യം ദുരുദ്ദേശപരമായിരിക്കില്ല. പക്ഷെ ചിലരുടേത് അത്ര നിഷ്കളങ്കമല്ലെന്ന് തോന്നിപ്പിക്കുന്ന അത്ര ആവേശത്തിലും വളച്ചുകെട്ടിയുമാണ്. വിമർശനമാണെങ്കിലും അഭിപ്രായ സ്വാതന്ത്ര്യമാണെങ്കിലും പ്രതിസന്ധിയുടെ കാലത്ത് വകതിരിവ് കാണിക്കണം. സൈന്യം എത്ര സുരക്ഷയൊരുക്കിയാൽ പോലും ഒളിപ്പോരുകാരായ ഭീകരർക്ക് ഏത് പൈൻകാടുകളിൽ നിന്നും നിസ്സഹായർക്ക് നേരെ കുതിച്ചെത്താനാകുമെന്ന് കഴിഞ്ഞ 24-ന് ഈ ബ്രദർഹുഡ് ഇന്ത്യയിൽ വേണ്ട എന്ന തലക്കെട്ടിൽ ദീപിക എഴുതിയ മുഖപ്രസംഗത്തിലും ചൂണ്ടിക്കാണിച്ചിരുന്നു. പാകിസ്ഥാൻ എന്ന അയൽരാജ്യം അതിന്റെ മതിവരാത്ത മതഭ്രാന്തിൽ പൂണ്ടുകിടന്ന് ഇന്ത്യക്ക് നേരെ മുൻപും ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അവയും സുരക്ഷാ വീഴ്ചകളാണെന്ന് വേണമെങ്കിൽ പറയാം. 1965-ൽ ലാൽ ബഹദൂർ ശാസ്ത്രിയും 1971-ൽ ഇന്ദിരാഗാന്ധിയും 1999-ൽ അടൽ ബിഹാരി വാജ്പേയിയും പ്രധാനമന്ത്രിമാരെന്ന നിലയിൽ പാകിസ്ഥാന് ചുട്ട മറുപടി കൊടുത്തിട്ടുണ്ട്. 71-ൽ ഇന്ദിരാഗാന്ധി ഒരു പടി കൂടി കടന്ന് പാകിസ്ഥാനെ ചിതറിച്ച് ബംഗ്ലാദേശിനെ സൃഷ്ടിക്കുകയും ചെയ്തു. ആ പാഠങ്ങളൊന്നും പാകിസ്ഥാൻ കാണാത്തത് മതാന്ധത മൂലമാണ്. അൽ-ഖ്വയ്ദ 2001 സെപ്റ്റംബർ 11-ന് അമേരിക്കയിൽ നടത്തിയ ഭീകരാക്രമണവും ഹമാസ് 2023 ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ നടത്തിയ തീവ്രവാദ ആക്രമണവുമൊക്കെ ഒരു പരിധിവരെ സുരക്ഷാ വീഴ്ച തന്നെയാണ്. പക്ഷെ അതിലൊക്കെ തകരുകയല്ല, പിഴവുകൾ തിരുത്തി കരുത്താർജിക്കുകയാണ് വേണ്ടത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും എന്നാൽ അക്കാര്യത്തിലല്ല ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നും സർക്കാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് പിന്നെ ആവശ്യപ്പെടാമെന്നുമാണ് കോൺഗ്രസ് നേതാവ് ശശി തരൂർ പറഞ്ഞത്. പാർട്ടിയിലൂടെ അല്ലാതെ ഒരു നേതാവ് വ്യക്തിപരമായി അത്തരമൊരു അഭിപ്രായം പറയുന്നതിന്റെ രാഷ്ട്രീയ താൻപോരുമ ചോദ്യം ചെയ്യപ്പെടാമെങ്കിലും പറഞ്ഞതിൽ കാര്യമുണ്ട്. BJP അല്ല, പാകിസ്ഥാനാണ് ഇപ്പോൾ പാഠം പഠിപ്പിക്കേണ്ടത്. 2008 നവംബറിലെ മുംബൈ ഭീകരാക്രമണ സമയത്ത് നരേന്ദ്രമോദി കോൺഗ്രസ് സർക്കാരിനെ സുരക്ഷാ വീഴ്ചയുടെ കാര്യത്തിൽ വിമർശിച്ചു എന്നതും ന്യായീകരണമല്ല. അത്തരം തെറ്റായ മാതൃകകളെ കോൺഗ്രസ് പിന്തുടരേണ്ടതില്ല. സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് പക്വതയോടെ പരാമർശിച്ച കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം സർക്കാരിന് പൂർണ്ണ പിന്തുണയാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. വിവേചനാധികാരത്തോടെയും മറ്റു ദുരുദ്ദേശങ്ങളില്ലാതെയും ഭരണകക്ഷി ഉത്തരവാദിത്വം നിർവഹിക്കുമെന്ന മുൻവിധിയിലാണ് ആ നിരുപാധിക പിന്തുണ. ഇംഗ്ലീഷ് എഴുത്തുകാരൻ G.K. ചെസ്റ്റർട്ടൺ പറയുന്നത്, ഒരു യഥാർത്ഥ സൈനികൻ യുദ്ധം ചെയ്യുന്നത് അയാളുടെ മുന്നിലുള്ളതിനെ വെറുക്കുന്നത് കൊണ്ടല്ല, പിന്നിലുള്ളതിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണെന്നാണ്. മുന്നിലുള്ള പാകിസ്ഥാൻ എന്ന ശത്രുവിനെ ശിക്ഷിക്കുമ്പോൾ പിന്നിലുള്ള ഒറ്റുകാരല്ലാത്ത പൗരരിൽ ഒരാൾക്കും താൻ ശിക്ഷിക്കപ്പെടുകയാണെന്നോ സംശയിക്കപ്പെടുകയാണെന്നോ തോന്നരുത്. തകർക്കപ്പെടുന്ന വീടുകളിൽ നിരപരാധികളുടേതുണ്ടാകരുത്. ഇതുകൂടി പറയാതെ വയ്യ. തീവ്രവാദത്തിന് മതമില്ലെന്ന് നാം ആവർത്തിക്കുമ്പോഴും തങ്ങൾക്ക് മതമുണ്ടെന്ന് അതിലും ഉച്ചത്തിൽ തീവ്രവാദികൾ ആക്രോശിക്കുന്നതാണ് കാശ്മീരിൽ ഉൾപ്പെടെ ലോകമെങ്ങും കാണുന്നത്. എല്ലായിടത്തും അവർ ചോദിക്കുന്നതും പറയുന്നതും മതം മാത്രമാണ്. കണ്ണടച്ചിരുട്ടാക്കിയുള്ള ഭീകരവിരുദ്ധ പോരാട്ടങ്ങൾ പരാജയപ്പെടാൻ വിധിക്കപ്പെട്ടവയാണെന്ന് മറക്കരുത്. കാശ്മീരിൽ തീവ്രവാദികളും ഒറ്റുകാരും ഇല്ലായിരുന്നെങ്കിൽ ഒരു പൈൻകാടിനും പാകിസ്ഥാനെ പിന്നിൽ ഒളിപ്പിക്കാനാകുമായിരുന്നില്ല. ആ യാഥാർത്ഥ്യത്തെയും എല്ലാ കാശ്മീരികളും അങ്ങനെയല്ല എന്ന യാഥാർത്ഥ്യത്തെയും ഒരുപോലെ അഭിസംബോധന ചെയ്യേണ്ടി വരുന്ന സാഹചര്യം സങ്കീർണമാണ്. ആ സങ്കീർണതകളെ ബുദ്ധിപൂർവ്വം നേരിട്ടാണ് തുടക്കം മുതൽ ഓരോ യുദ്ധത്തിലും മതരാഷ്ട്രമായ പാകിസ്ഥാനെ ഇന്ത്യ മുട്ടിലിഴയിച്ചത്. ഈ മതേതര ജനാധിപത്യ രാജ്യത്തിന് ഇനിയും അത് സാധ്യമാണ്. ക്രൗഞ്ച പക്ഷികളിൽ ഒന്നിനെ വീഴ്ത്തി ഇണയെ കരയിച്ച വേടനോട് അരുത് കാട്ടാള എന്ന് പറഞ്ഞ ഇതിഹാസ ഭൂമിയാണിത്. പഹൽഗാമിൽ മതവേട്ടക്കാർ വീഴ്ത്തിയവർക്കടുത്ത് വിറങ്ങലിച്ചിരുന്ന ഇണകളുടെ നൊമ്പരം നമ്മുടെ നെഞ്ചിലുമുണ്ട്. അതിനിടെ പരിധിക്കപ്പുറം വിഷയം മാറ്റുന്നവരുടെ രാഷ്ട്രീയം മറ്റൊരു നൊമ്പരമായി മാറുന്നു.